എന്താണ് ഈ ബ്യൂട്ടി സീക്രട്ട്? കാരണം ഒരു മിസ് ഇന്ത്യ ആയിരുന്നു, പിന്നെ ഇപ്പൊ ഈ ഒരു കരിയർ ചൂസ് ചെയ്തു. അപ്പൊ എങ്ങനെയൊക്കെയാണ് ബ്യൂട്ടി മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ബേസിക്കലി വെളിച്ചെണ്ണ കഴിക്കും, വെളിച്ചെണ്ണ അപ്ലൈ ചെയ്യും. പിന്നെ അമ്മ ഹാർഡ് കോർ കോക്കനട്ട് ഓയിലിന്റെ ഫാനാണ്. നാളികേരം ഇട്ടിട്ട് തന്നെയാണ് മിക്ക വിഭവങ്ങളും ഉണ്ടാക്കുക. പിന്നെ കൊപ്രയോ തിന്നാറുണ്ട്. പശുവിന് കൊടുക്കുന്നല്ലേ? അപ്പൊ ഞാനൊരു പശു തന്നെയാണ്. കൊപ്ര കഴിക്കാൻ കൊപ്ര എനിക്ക് ഭയങ്കര, കൊപ്ര കഴിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ഒരു മസാജാണ്. എവിടെ? ഫേഷ്യൽ മസാജ്. ബിക്കോസ് അതിന് നന്നായി ചവക്കണ്ടേ. ഓക്കെ ഫൈൻ. അപ്പൊ അതായത് ഇങ്ങനെ കടിച്ചിട്ട് പല്ലിനും ഗംസിനും ഫേഷ്യൽ മസിലിനും. ഓ ഇങ്ങനെ നേരത്തെ പറഞ്ഞു വിടായിരുന്നു. ഇപ്പോഴാണ് കൊപ്രയൊക്കെ നമുക്ക് വളരെ ചീപ്പായിട്ട് കിട്ടുന്ന കാര്യമാണ്, പക്ഷെ നമ്മളത് യൂസ് ചെയ്യുന്നില്ല. അതാ ഞാൻ പറഞ്ഞത്, ഞാൻ കുറെ വർഷങ്ങളായിട്ട് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ മിക്ക ഡയറ്റ് ആണെങ്കിലും ഭക്ഷണമാണെങ്കിലും എൻ്റെ അമ്മൂമ്മ അല്ലാതെ മുത്തശ്ശിമാര് ചെയ്ത ഒരു ആ ഒരു രീതിയിൽ തന്നെയാണ്. ഞാൻ ഭയങ്കര ഓർഗാനിക് ആയിട്ടുണ്ട്. ആൻഡ് കൊപ്ര ഇൻസൈഡ് ഔട്ട്സൈഡ്. ആൻഡ് വെജിറ്റേറിയൻ ആണ് കൂടുതലും ചൂസ് ചെയ്യുന്നത്. അല്ലാതെ ഐ ആം എ ഫിഷേറിയൻ. ഓക്കെ. ആൻഡ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആക്ട്രസ് ആണ് ശ്വേത മേനൻ എന്ന് ഞാൻ പറഞ്ഞാൽ അത് കറക്റ്റ് ആയിരിക്കുമല്ലോ? ഞാൻ ബോൾഡ് അല്ല. ഞാൻ ബേസിക്കലി ബിക്കോസ് എന്റെ ഒരു പേഴ്സണാലിറ്റി അങ്ങനെ ഒരു ഹൈറ്റ്, അപ്പൊ ബോൾഡ് ആയ ആൾക്കാർക്ക് തോന്നുന്നതാണ്. പക്ഷെ യൂഷ്വലി ഞാൻ എന്റെ അഭിപ്രായങ്ങൾ ഇപ്പൊ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ ഞാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരാളാണ്. അതല്ലാതെ എനിക്ക് തോന്നുന്നു മിക്ക ടൈമും എനിക്ക് അഭിപ്രായം ഇല്ലാത്ത ഒരാളാണ്. ആൾക്കാർ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അത് എനിക്ക് ഒരു കുഴപ്പമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പേരൻസ് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അഡ്വൈസ് എന്തായിരുന്നു? മോളെ എങ്ങനെ ആവണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അങ്ങനെയൊന്നും എന്നോട് എനിക്ക് ഒരു ഇങ്ങനെ ആവണം അല്ലാതെ ഇത് ചെയ്യണം അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ടായിരുന്നു. നല്ലൊരു വ്യക്തി ആവണം, നല്ലൊരു മനുഷ്യനാവണം, നമ്മൾ വലിയൊരു അച്ഛനമ്മയും അല്ലാതെ നമ്മൾ പ്രായമുള്ള ആൾക്കാരെ കാണുമ്പോൾ ബഹുമാനിക്കുക. ബട്ട് നോ മീൻസ് ഇക്വാലിറ്റി ആയിട്ട് തന്നെയാണ് വളർത്തിയത്. ഞാൻ ഒറ്റ കുഞ്ഞാണെങ്കിലും ഒരു ആൺ തുണയോ അല്ലാതെ ഒരു പെണ്ണ് പോലെ തന്നെയാണ് എന്നെ വളർത്തിയത്. എനിക്ക് അങ്ങനെ ഒരു ഐ തിങ്ക് ഐ ഹാഡ് ഓൾ ദ ഫ്രീഡം. ശ്വേത ചേച്ചി ഓരോ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നത്, അതായത് നോക്കുമ്പോൾ കൊമേഴ്ഷ്യൽ സിനിമകളുടെ ഭാഗവുമാണ്, എന്നാൽ നല്ല ഒരു ആർട്ട് മൂവിയുടെ ഭാഗവുമാണ്. ഈ ക്യാരക്ടേഴ്സ് ചൂസ് ചെയ്യുന്നതിൽ ഡെലിബറേറ്റ്ലി അങ്ങനെ എന്തെങ്കിലും ചൂസ് ചെയ്യുന്നതാണോ? അത് വരുന്ന ക്യാരക്ടേഴ്സ്? സത്യം പറയാ, ആക്ട്രസ് അല്ലേ, നമുക്ക് വരുന്ന ക്യാരക്ടേഴ്സ് വെച്ചിട്ടല്ലേ നമുക്ക് ചൂസ് ചെയ്യാൻ. വളരെ ശരിയാണ്. പിന്നെ കംഫർട്ട്, ഞാൻ പറഞ്ഞില്ലേ, പാമ്പറിങ് വളരെ ഇമ്പോർട്ടന്റ്. കംഫർട്ട്, ടീം, ഡയറക്ടറിന്റെ ഒരു ഇപ്പൊ ഞാൻ ഒരുപാട് പുതിയ ഡയറക്ടേഴ്സിനെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവരുടെ കൺവിക്ഷൻ ആണ്, ബിക്കോസ് അവരുടെ കുഞ്ഞാണ്, അവരുടെ ബേബിയാണ്, അവരാണ് നമ്മുടെ ഡയറക്ടർ. അപ്പൊ അവർക്ക് എങ്ങനെ ആ സബ്ജക്റ്റിനെ എങ്ങനെ നയിക്കാൻ പറ്റും, അത് ചിലപ്പോൾ നമുക്ക് പ്ലസ് ഫെയിലിയർ ആൻഡ് ഹിറ്റ്സ് ഒന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ ഒരു കൺവിക്ഷൻ, കോൺഫിഡൻ്റ്ലി ഒരാൾ വന്നിട്ട് എന്നോട് പറയുന്നു എനിക്ക് ഇത് ചെയ്യണം, ആ കോൺഫിഡൻറ്റിലാണ് ഞാൻ ഒരു സിനിമ സൈൻ ചെയ്യുക. ഓക്കെ. പിന്നെ ഓഫ് കോഴ്സ് ദുഡ്ഡു ബേക്കു. അതും ഒരു വലിയ കാര്യമാണല്ലോ. ഓൺലി കാര്യം ലോക്ക്ഡൌണിന് ശേഷം ഓൺലി കാര്യം. അപ്പൊ നമുക്കൊരു പാട്ട് പാടാം. ഞാൻ ശ്വേതജി ഒരു ഹിന്ദി പാട്ട് മതി, ഞങ്ങൾ മലയാളം ആവശ്യപ്പെടുന്നില്ല. ഹിന്ദി പാട്ട്. അപ്പൊ പിന്നെ ഞാൻ ട്രൈ ചെയ്യാം. നിങ്ങൾ എല്ലാരും ഓടിപ്പോയാലും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും അടുത്ത എപ്പിസോഡ്. ആരും ഓടിപ്പോയാലും ഞാനും ഈ ക്യാമറാമാൻ ചേട്ടന്മാർ ഇവിടെ തന്നെ ഉണ്ടാവും. അവർക്ക് പോകാൻ പറ്റില്ല, കാരണം ദുഡ്ഡു ബേക്കു. ഓക്കെ അപ്പൊ പാടാം. बहुत प्यार करते हैं तुमको सनम, बहुत प्यार करते हैं तुमको सनम, कसम चाहे ले लो, कसम चाहे ले लो, खुदा की कसम, बहुत प्यार करते हैं तुमको सनम, बहुत प्यार करते हैं तुमको सनम. Thank you, Jiju. നിങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിംഗ് ആയിരുന്നല്ലോ. ലവ്
പക്ഷെ അടിപൊളിയായിട്ട് പാടി, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. That's because the energy from him. യെസ്. സോ എല്ലാം ഇന്ന് പോകുമ്പം എന്തെങ്കിലുമൊക്കെ ചെലവ് ചെയ്യണം കേട്ടോ. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഒരു പാട്ട് പാടി തന്ന ശ്വേതാജിക്ക് ഞങ്ങൾ എന്താ തരേണ്ടത്? ഒന്നും തരണ്ട. ലവ് 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 ലവ്. ലവിന്റെ കൂടെ അപ്പൊ ദുഡ്ഡ് വേണ്ട? ದುಡ್ಡು ಬೇಕು. ದುಡ್ಡು ಬೇಕು, ದುಡ್ಡು വേണം. അത് വേറെ ആൾക്കാർ തരും, ഞാൻ ലവ് തരും. ഓക്കെ.